ഇന്നത്തെ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, ട്രിവാൻഡ്രം. ആദ്യത്തെ ചോദ്യം: ഏത് മൃഗത്തിൻ്റെ പുറത്ത് കയറുന്നവരോടാണ് യഹോവയെ വർണ്ണിപ്പിനെന്ന് ദെവോര പാടിയത്? ഉത്തരം: വെള്ളക്കഴുതപ്പുറത്ത്. ന്യായാധിപന്മാർ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യാക്കോബ് വൃക്ഷങ്ങളുടെ എന്ത് കാണത്തക്കവണ്ണമാണ് തോല് ഉരിച്ചു കളഞ്ഞത്? ഉത്തരം: വൃക്ഷങ്ങളുടെ വെള്ള കാണത്തക്ക വിധം. പുന്ന, ബദാം, അരിഞ്ഞിൽ എന്നീ വൃക്ഷങ്ങളുടെ. ഉൽപ്പത്തി 30:37. അടുത്ത ചോദ്യം: സ്വർഗീയ സൈന്യം ദൈവവചനത്തെ അനുഗമിച്ചത് എന്തിൻ്റെ പുറത്ത് കയറിയാണ്? ഉത്തരം: വെള്ളക്കുതിരപ്പുറത്ത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: കൊട്ടാരത്തിനകത്ത് എഴുത്തുകൾ കണ്ടത് എവിടെയാണ്? ഉത്തരം: ചുവരിൻ്റെ വെള്ളമേൽ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം: ലജ്ജിച്ചു പോകുന്ന നെയ്ത്തുകാർ ആരാണ്? ഉത്തരം: വെള്ളത്തുണി നെയ്യുന്നവർ. യെശയ്യാവിൻ്റെ പ്രവചനം 19-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: ഒരു വെള്ള കളർ ഭക്ഷണം എന്താണ്? ഉത്തരം: മന്ന. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 31-ാം വാക്യം. അടുത്ത ചോദ്യം: മുൻപിൽ കഷണ്ടിക്കാരിൽ എന്ത് കണ്ടാലാണ് കുഷ്ഠമെന്ന് സ്ഥിരീകരിക്കുന്നത്? ഉത്തരം: ചുവപ്പോടുകൂടിയ വെള്ളപ്പുള്ളി കണ്ടാൽ. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 42-ാം വാക്യം. അടുത്ത ചോദ്യം: ദാവീദ് ആലയം പണിക്കായി അനവധിയായി ശേഖരിച്ചത് എന്താണ്? ഉത്തരം: വെള്ളക്കല്ല്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: യോശിയാവ് പെസഹായാഗത്തിന് 30,000 എന്തിനെയാണ് ജനത്തിന് കൊടുത്തത്? ഉത്തരം: കുഞ്ഞാടിനെയും വെള്ളാട്ടിൻകുട്ടിയെയും. 2 ദിനവൃത്താന്തം 35-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം: ഒരു രാജാവ് കൊട്ടാരത്തിൽ വിവിധ വർണ്ണത്തുണികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഏത് രാജാവാണ്? ഉത്തരം: അഹശ്വേരോശ് രാജാവ്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ ഒരു ഭാഗത്തിന് സ്വാദുണ്ട്, വേറൊരു ഭാഗത്തിന് സ്വാദില്ല എങ്കിൽ ഭക്ഷ്യവസ്തു എന്താണ്? ഉത്തരം: മുട്ടയുടെ വെള്ളയ്ക്ക്. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: സദാസമയവും തുണികൾ എങ്ങനെയായിരിക്കണം? ഉത്തരം: വെള്ളയായിരിക്കണം. സഭാപ്രസംഗി 9-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: ഞങ്ങൾ 11 പേരെ ഒറ്റ പേരിൽ 2 പേർ അഭിസംബോധന ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ആരാണ്? ഉത്തരം: വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം: അപ്പോസ്തലനായ ഞാൻ ഒരു മഹാപുരോഹിതനെ നിഷേധാത്മകമായി ഒരു പേർ വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ആരെ? പേർ വിളിച്ചതെന്ത്? ആരെയാണ് വിളിച്ചത്? ഉത്തരം: പൗലോസ്
അനന്യാസിനെ വെള്ള തേച്ച ചുവരെ എന്ന് വിളിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു ഉദ്യോഗസ്ഥൻ, എൻ്റെ നാശത്തിന് കാരണമായ സ്വപ്നം ഞാൻ തന്നെ കാണേണ്ടി വന്നു, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം, അപ്പക്കാരുടെ പ്രമാണി വെളുത്ത അപ്പമുള്ള 3 കൊട്ട സ്വപ്നം കണ്ടത്. ഉൽപ്പത്തി 40:16. അടുത്ത ചോദ്യം, 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നും വന്നതിൽ 3-ാം രഥത്തിലാണ് എന്നെ പൂട്ടിയിരുന്നത്, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം, വെളുത്ത കുതിര. സെഖര്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ ഒരു അവയവത്തെ മൃഗ ഉൽപ്പന്നത്തോട് തുലനം ചെയ്താണ് എൻ്റെ അപ്പൻ എന്നെ അനുഗ്രഹിച്ചത്, എങ്കിൽ ഞാൻ ആര്? എൻ്റെ അപ്പൻ ആര്? എൻ്റെ അവയവം ഏത്? മൃഗ ഉൽപ്പന്നം എന്താണ്? ഉത്തരം, യഹൂദയെ യാക്കോബ് അനുഗ്രഹിച്ചത് പല്ല് പാലുകൊണ്ട് വെളുത്തിരിക്കുന്നുവെന്ന്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 12-ാമത്തെ വാക്യം. പുതിയ നിയമത്തിൽ ഒരാളുടെ വസ്ത്രം പ്രകൃതി വസ്തുവിനോട് ഉപമിച്ചിട്ടുണ്ട്, എങ്കിൽ ആരെയാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം, യോഹന്നാൻ വെളിപ്പാടിൽ കണ്ട മനുഷ്യപുത്രനോട് സദൃശനായവൻ. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ശക്തിയുള്ളതും സംഖ്യ ഇല്ലാത്തതുമായ ജാതി അത്തിവൃക്ഷത്തോട് ചെയ്തത് എന്താണ്? ഉത്തരം, ഒടിച്ച് തോലിരിച്ചു കളഞ്ഞപ്പോൾ കൊമ്പുകൾ വെളുത്തുപോയി. യോവേൽ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, 2 കളറുകളാൽ അറിയപ്പെട്ട ലോഹം ഏതാണ്? ഉത്തരം, ഈയം, വെളുത്തീയവും കറുത്തീയവും. യെഹെസ്കേൽ 22-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞാനൊരു വയോധികൻ പ്രകൃതി വസ്തുവിനോട് എൻ്റെ അവയവത്തെ ഉപമിച്ചിട്ടുണ്ട്, എങ്കിൽ ഞാൻ ആര്? ഉത്തരം, ദാനിയേൽ ദർശനത്തിൽ കണ്ട ന്യായാസനത്തിലിരുന്ന വയോധികൻ, വസ്ത്രം ഹിമത്തോളം വെളുത്തത്. ദാനിയേൽ 7-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, സ്വർഗം തുറന്നപ്പോൾ പ്രത്യക്ഷമായ മൃഗം ഏതാണ്? ഉത്തരം, വെള്ളക്കുതിര. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.